നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി കണ്ണൂർ ടൗൺ സ്റ്റേഷൻ. പുരസ്കാരത്തിന് അർഹമാക്കിയത് ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണ മികവും. ഉത്സവഛായയിൽ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിൽ നടീൽ ഉത്സവം. ഞാറ്റുപാട്ടിന്റെ ആഹ്ലാദാരവത്തിൽ കുരുന്നുകൾ ഞാറുനട്ടു. പരിപാടി വേറിട്ടൊരു അനുഭവമാക്കി മാറ്റി സ്കൂൾ അധികൃതർ. മാർക്കറ്റിലെ റോഡുകൾക്ക് ശാപമോക്ഷമാവുന്നു. ന്യൂ സ്റ്റോർ മുതൽ കോമളവിലാസം ഹോട്ടൽ വരെയുള്ള റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക്. ഇന്ന് മേയറും കൗൺസിലർമാരും സന്ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് ലഭിച്ചു. 2022 വർഷത്തെ പുരസ്കാരമാണ് സ്റ്റേഷന് ലഭിച്ചത്. ക്രമസമാധാനം, കുറ്റാന്വേഷണ മികവ് എന്നിവ പരിഗണിച്ചാണ് സ്റ്റേഷനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS, ACP രത്നകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ടൗൺ SHO ബിനുമോഹന്റെയും ചക്കരക്കൽ SHO ശ്രീജിത്ത് കൊടേരിയുടെയും നേതൃത്വത്തിലാണ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചത്. 2002 ശ്രീജിത്ത് കൊടേരിയുടെ 7 മാസത്തെയും പിന്നീട് ബിനുമോഹൻ ഇൻസ്പെക്ടറായ കാലത്തെയും പ്രവർത്തനത്തിനാണ് പുരസ്കാരം. മികച്ച ക്രമസമാധാന പാലനം, കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള കഴിവ്, ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. നേരിയ പോയിന്റിനാണ് 1ാം സ്ഥാനം നഷ്ടമായത്. ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ബിനുമോഹന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിനിടെ 35ഓളം കേസുകളിൽ പ്രതികളെ പിടിച്ചതും നേട്ടങ്ങളുടെ പട്ടികയിൽ എത്തിച്ചു. സ്കൂട്ടറിൽ വിദേശമദ്യം കടത്തവേ യുവാവ് അറസ്റ്റിൽ. പൈസക്കരി സ്വദേശി പ്രജീഷ് ജോസഫിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടി. ശ്രീകണ്ഠപുരം എക്സൈസ് റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ രാജേഷ് കെയും സംഘവുമാണ് റെയ്ഡ് നടത്തിയത്. ശ്രീകണ്ഠപുരം എക്സൈസ് റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ രാജേഷ് കെയും സംഘവും വാതിൽമടയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് 6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം സ്കൂട്ടിയിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയത്. പൈസക്കരി പടുവിലങ്ങ് സ്വദേശി പ്രജീഷാണ് അറസ്റ്റിലായത്. സംഘത്തിൽ റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ ഹംസക്കുട്ടി KP, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ അഭിലാഷ് C, പ്രകാശൻ PV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രദീപ് കുമാർ C, സുദീപ് TP, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജ S കുമാർ എന്നിവരുമുണ്ടായിരുന്നു. അടുത്ത മാസം മുതൽ റേഷൻ കടകൾക്ക് മാസത്തിലെ ആദ്യത്തെ പ്രവൃത്തി ദിനം അവധിയായി മാറും. ഭക്ഷ്യമന്ത്രി GR അനിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇപോസ് മിഷനിൽ ക്രമീകരണം വരുത്തുന്നതിനാണ് അവധി നൽകുന്നത്. റേഷൻ വ്യാപാരികളുടെ സംഘടനയാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ഒരു മാസത്തെ റേഷൻ വിതരണം അവസാനിച്ച് അടുത്ത മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും മുമ്പ് റേഷൻ വിഹിതം സംബന്ധിച്ച് ഇപോസ് മിഷനിൽ ക്രമീകരണം വരുത്തേണ്ടതുണ്ട്. അതിനാൽ നിലവിൽ മാസത്തെ ആദ്യത്തെ പ്രവൃത്തി ദിനം വൈകിട്ടോടെയാണ് റേഷൻ വിതരണം ആരംഭിക്കാനാവുന്നത്. ഈ സാഹചര്യത്തിലാണ് മാസത്തിലെ ആദ്യത്തെ പ്രവൃത്തി ദിനം അവധി വേണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യമുന്നയിച്ചത്. നിലവിൽ ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലുമാണ് റേഷൻ കടകൾക്ക് അവധിയുള്ളത്. വൈദ്യുതി, റെയിൽവേ മേഖലകളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്വകാര്യവൽക്കരണ നയങ്ങൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി റെയിൽ, വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനം UPA ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ചില നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തു. അതിനു മുമ്പും ചില നിയമനിർമ്മാണം സ്വകാര്യവൽക്കരണ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ചിരുന്നു. ആദ്യത്തെ തുടക്കം വൈദ്യുതി ബോർഡ് പൊതുമേഖലയിൽ നിന്ന് മാറ്റി കമ്പനിയാക്കലായിരുന്നു. പക്ഷെ കേരളം ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കമ്പനികൾ രൂപീകരിക്കുമ്പോൾ തന്നെ അതെല്ലാം തന്നെ പൊതുമേഖലയിലുള്ള കമ്പനികളാക്കിയിട്ട് KSEBയുടെ കീഴിൽ ഉൽപാദനം, പ്രസരണം, വിതരണം എന്നിങ്ങനെയുള്ള കമ്പനികളാക്കിയിട്ട് രൂപീകരിക്കുകയാണ് ചെയ്തത്.
KSAB വർക്കേഴ്സ് അസോസിയേഷൻ, KSAB ഓഫീസേഴ്സ് അസോസിയേഷൻ, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയവയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. BJP സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും വൈദ്യുതി റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രഘുനാഥ് കെ അധ്യക്ഷത വഹിച്ചു. മധുസൂദനൻ PV, KP സഹദേവൻ, അരക്കൻ ബാലൻ, KK കൃഷ്ണൻ, രാജേഷ് മണാട്ട്, സീന, ശ്രീജ സി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി കണ്ണൂർ ടൗൺ സ്റ്റേഷൻ. പുരസ്കാരത്തിന് അർഹമാക്കിയത് ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണ മികവും. ഉത്സവഛായയിൽ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിൽ നടീൽ ഉത്സവം. ഞാറ്റുപാട്ടിന്റെ ആഹ്ലാദാരവത്തിൽ കുരുന്നുകൾ ഞാറുനട്ടു. പരിപാടി വേറിട്ടൊരു അനുഭവമാക്കി മാറ്റി സ്കൂൾ അധികൃതർ. മാർക്കറ്റിലെ റോഡുകൾക്ക് ശാപമോക്ഷമാവുന്നു. ന്യൂ സ്റ്റോർ മുതൽ കോമളവിലാസം ഹോട്ടൽ വരെയുള്ള റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക്. ഇന്ന് മേയറും കൗൺസിലർമാരും സന്ദർശനം നടത്തി. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ഉത്സവഛായയിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ച പുഴാതി ഗവൺമെന്റ് UP സ്കൂൾ.
ഇക്കോ ക്ലബ്ബ്, മാതൃഭൂമി സീഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടികളും അധ്യാപകരും വേശാല പാടശേഖരത്ത് നടീലുത്സവം സംഘടിപ്പിച്ചത്. വിദ്യാലയ പ്രവർത്തനം എന്ന നിലയിൽ പഠന നേട്ടങ്ങളുമായി കണ്ണിചേർത്ത് വയലറിവ് എന്ന പേരിലാണ് നടീലുത്സവം സംഘടിപ്പിച്ചത്. അന്യം നിന്നുപോകുന്ന നെൽകൃഷിയുടെ മാഹാത്മ്യവും പ്രാധാന്യവും ഇളം തലമുറയെ ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം കൃഷിയുടെ പ്രാധാന്യം അടുത്തറിയാൻ അവസരമൊരുക്കുന്നതിനും പരിപാടി വഴിയൊരുക്കി. ഞാറ്റുപാട്ടിന്റെ ആഹ്ലാദാരവത്തോടെ കുട്ടികൾ ഞാറു നട്ടു. പാടവരമ്പിൽ കൃഷിക്കാഴ്ചകളും പ്രകൃതിയൊരുക്കിയ കൗതുക കാഴ്ചകളും കണ്ടു. വിദ്യാലയ പ്രവർത്തനം എന്ന നിലയിൽ പഠന നേട്ടങ്ങളുമായി കണ്ണിചേർത്ത് വയലറിവ് എന്ന പേരിലാണ് നടീലുത്സവം സംഘടിപ്പിച്ചത്. പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പാടശേഖരത്തിൽ ഞാറ് നടാൻ വേണ്ടി വന്നതാണ്. പുതിയ തലമുറക്ക് നെൽകൃഷിയെക്കുറിച്ചോ കൃഷി രീതികളെക്കുറിച്ചോ ഒന്നും ഒരു പരിചയമില്ല. അങ്ങനെ അവർക്കൊരു പരിചയം ഉണ്ടാക്കുന്നതിനും നേരിട്ട് ചളിയിലിറങ്ങി ഞാറ് നടുന്നതിൻ്റെ ഒരു അനുഭവം ഉണ്ടാക്കാനുമാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ പാടശേഖരത്തിൽ ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. നെൽകൃഷിയെക്കുറിച്ച്, അതിൻ്റെ നെൽകൃഷി എന്നതൊരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് നമ്മൾ വിട്ടുപോയത്. അപ്പോൾ നെല്ലുണ്ടാകുന്ന മരത്തെക്കുറിച്ച് പറയുന്ന കുട്ടികളുടെ കാലമാണ്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ 35ഓളം കുട്ടികളാണ് ഇന്ന് ഈ പാടശേഖരത്തിൽ. 4 അധ്യാപകരുണ്ട്. അവർ കൂടിയാണ് ഈ ഒരു അനുഭവം കുട്ടികൾക്കൊരു പുതിയതായിരിക്കും. കൃഷി രീതികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയൽവരമ്പിലിരുന്ന് കഞ്ഞിയും പുഴുക്കും കഴിച്ചാണ് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിയത്. പ്രധാന അധ്യാപകൻ SP മധുസൂദനൻ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കുട്ടികളോട് വിശദീകരിച്ചു. ആദ്യമായാണ് വയലും കൃഷിയും അടുത്തറിയാൻ കഴിഞ്ഞതെന്നും നല്ല ഒരു അനുഭവമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ഇവിടെ നല്ല നെല്ല് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ നടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് R രതികുമാരി, അധ്യാപകരായ PK സാനിഷ്, TC ഷിസ്ന, വിജിന തങ്കച്ചൻ, KC പ്രതിഭ എന്നിവർ ഫീൽഡ് ട്രിപ്പിന് നേതൃത്വം നൽകി. മാലിന്യം തള്ളിയതിന് വീണ്ടും പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 25ലധികം ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ മാലിന്യം തൊട്ടടുത്ത സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപിച്ചതിന് ഏച്ചൂർ വട്ടപ്പൊയിലിലെ ഇന്റർലോക്ക് നിർമ്മാതാക്കളായ ശില്പി പ്രൊഡക്ഷൻസ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി. നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ മലിനജലം തുറന്ന സ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്ന നിലയിലായിരുന്നു. ശുചിമുറികളും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു. ഓഫീസിൽ ഉപയോഗിച്ച ബയോ പേപ്പർ കപ്പുകൾ കമ്പോസ്റ്റിംഗ് രീതിയിൽ സംസ്കരിക്കാതെ വലിച്ചെറിയപ്പെട്ട നിലയിലുമായിരുന്നു. മലിനമാക്കപ്പെട്ട പരിസരം സ്വന്തം ചിലവിൽ വൃത്തിയാക്കി റിപ്പോർട്ട് ചെയ്യാനും നിയമപ്രകാരമുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉടനടി സ്ഥാപിക്കുവാനും സ്ക്വാഡ് സ്ഥാപന ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് ടീം ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ടീം അംഗം ഷെരീഖുൽ അൻസാർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KS പ്രമോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് F തുടങ്ങിയവർ നേതൃത്വം നൽകി. 65ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ കണ്ണൂരിന് സ്വർണം. സീനിയർ 89 കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് കല്യാശ്ശേരി KPR GHSSലെ EP പ്രണവ് ആണ്. തൃശൂരിൽ വെച്ച് നടന്ന 65ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിലാണ് പ്രണവ് 164 കിലോ ഉയർത്തി 1ാം സ്ഥാനം നേടിയത്. കല്യാശ്ശേരി KPR GHSSലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കണ്ണൂർ വളപട്ടണത്ത് പ്രവർത്തിക്കുന്ന പ്രൊപ്പൽ അക്കാദമിയിലെ കോച്ച് മിഥുവിൻ ജയസൂര്യയുടെ ശിഷ്യനാണ് പ്രണവ്. ചിറക്കൽ സ്വദേശി OV മധുസൂദനന്റെയും EP അമ്പിളിയുടെയും മകനാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലം നവകേരള സദസ്സിന്റെ വിളംബരമായി കണ്ണൂരിൽ നൈറ്റ് വാക്കും ദീപം തെളിയിക്കലും നടന്നു. കായിക ഉപസമിതിയുടെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന നൈറ്റ് വാക്കിൽ കായിക താരങ്ങളും കായിക പ്രേമികളും നാട്ടുകാരും അണിനിരന്നു. സ്ത്രീകളുടെ വൻ പങ്കാളിത്തം നൈറ്റ് വാക്കിന്റെ പ്രൗഢി കൂട്ടി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് വാക്ക് സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. നാഷണൽ ഗെയിംസ് മെഡൽ ജേതാക്കളായ കനകലക്ഷ്മി, സൗമ്യ, റിഷ പുതുശ്ശേരി, അൽക്കാവി സണ്ണി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. V ശിവദാസൻ MP, രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA എന്നിവരുടെ നേതൃത്വത്തിൽ 1000ഓളം പേർ ചേർന്നാണ് കണ്ണൂർ ടൗൺ സ്ക്വയർ നവകേരളത്താൽ ദീപാലങ്കൃതമാക്കിയത്. നാഷണൽ ഗെയിംസ് മെഡൽ ജേതാക്കളായ താരങ്ങൾക്കും പരിശീലകർക്കും പരിപാടിയിൽ സ്വീകരണം നൽകി. ചടങ്ങ് V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് നന്മയുടെ പുതിയൊരു മഹാസന്ദേശം ചേർക്കുകയാണ്.
ഇവിടെ ഈ കത്തുന്ന ചിരാതുകൾ നമ്മളോട് പറയുകയാണ്, കേരളമെന്ന സംസ്ഥാനം ഈ ലോകത്തിന്റെ വെളിച്ചമായി കത്തി നിൽക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ് മൺചിരാതികൾ കൊണ്ട് ഈ കായിക താരങ്ങളും നഴ്സിംഗ് വിദ്യാർത്ഥികളും കൂടെ എഴുതിച്ചേർത്തിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ പ്രതിഭകളായ കായിക താരങ്ങൾ ഈ വേദിയിൽ ഇരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ ഈ നാടിന്റെ അഭിമാനം കാത്ത് ഉജ്ജ്വലമായ നേട്ടവുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കേവലം 60 കോടി മാത്രം ഖേലോ ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ള കേരളമെന്ന സംസ്ഥാനം 680 കോടി രൂപ ലഭിച്ചിട്ടുള്ള ഗുജറാത്തിന്റെ ഏറെ മുമ്പിലാണ് പെർഫോമൻസ് എന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം OK വിനീഷ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ ET സാവിത്രി, KV സവിത, സ്പോർട്സ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഷിനിത്ത് പാട്യം, മുൻ MLA M പ്രകാശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KP സഹദേവൻ, KV പ്രശാന്ത്, MP മുരളി, M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗെയിംസിൽ ജിംനാസ്റ്റിക്കിൽ സ്വർണം നേടിയ KP സ്വാതിഷ്, ഫെൻസിംഗിൽ വെള്ളി നേടിയ കനകലക്ഷ്മി, S സൗമ്യ, റീഷ പുതുശ്ശേരി, അൽക്ക V സണ്ണി, പരിശീലകരായ സാഗർ S ലഘു, അരുൺ രാജ്കുമാർ എന്നിവർക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിമുക്തി മിഷന്റെ ഭാഗമായി ലഹരിക്കെതിരെ പ്രഭുനാഥിന്റെ ഏകപാത്ര നാടകം രസതന്ത്രം അരങ്ങേറി. നവംബർ 21 ഉച്ചയ്ക്ക് 2 കലക്ട്രേറ്റ് ഗ്രൗണ്ടിലാണ് കണ്ണൂരിലെ നവകേരള സദസ്സ് നടക്കുക. കണ്ണൂർ കോർപ്പറേഷൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കുഴിയെടുത്തതിന്റെ ഭാഗമായി തകർന്ന മാർക്കറ്റിലെ ന്യൂ സ്റ്റോർ മുതൽ കോമളവിലാസം ഹോട്ടൽ വരെയുള്ള റോഡ് ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി മേയർ അഡ്വക്കേറ്റ് ടി മോഹനനും കൗൺസിലർമാരും സ്ഥലം സന്ദർശിച്ചു. നേരത്തെ ടാർ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന റോഡ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അഭ്യർത്ഥന പ്രകാരം മനോഹരമായ രീതിയിൽ ഇന്റർലോക്ക് ചെയ്യുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. നഗരത്തിലെ റോഡുകളെല്ലാം ഇന്റർലോക്കും മെക്കഡൌണും ചെയ്ത് മനോഹരമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഇതിലൂടെ നഗര സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ജനങ്ങൾക്ക് സുരക്ഷിതമായ സഞ്ചാരപാത ഒരുക്കുക കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്യുന്നതെന്നും മേയർ അഡ്വക്കേറ്റ് ടി മോഹനൻ പറഞ്ഞു. മേയറോടൊപ്പം ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, അഡ്വക്കേറ്റ് P ഇന്ദിര, സിയാദ് തങ്ങൾ, കൗൺസിലർ K സുരേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസിന പുതുശ്ശേരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. നേരത്തെ ടാർ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന റോഡ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അഭ്യർത്ഥന പ്രകാരം മനോഹരമായ രീതിയിൽ ഇന്റർലോക്ക് ചെയ്യുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. 206 മീറ്റർ നീളത്തിലാണ് 20,40,000 രൂപ ചിലവഴിച്ച് ഇന്റർലോക്ക് ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തിയുടെ പകുതി പണി പൂർത്തിയായി കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ 7-ാം തീയതി വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും. ഒപ്പം ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കാസർഗോഡ്, കോട്ടയം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നവംബർ 3 മുതൽ 7 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും നവംബർ 3 മുതൽ 5 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.2 മുതൽ 2 മീറ്റർ വരെയും തെക്കൻ തമിഴ്നാട് തീരത്ത് 1.2 മുതൽ 2.2 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,660 രൂപ, പവന് 45,280 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. ലോഗോ ക്ഷണിച്ചു. ക്ഷീരവികസന വകുപ്പ് ജില്ലയിലെ ക്ഷീരസംഘങ്ങളുടെ സഹകരണത്തോടെ ജനുവരിയിൽ നടത്തുന്ന ജില്ലാ ക്ഷീരസംഗമത്തിന് അനുയോജ്യമായ ലോഗോ ക്ഷണിച്ചു. സൃഷ്ടികൾ നവംബർ 15-നകം ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കണം. ഫോൺ നമ്പർ 8921528198.
റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് PSC മെയ് 4 നടത്തിയ OMR ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. മൊബൈൽ ടെലി വെറ്റിനറി യൂണിറ്റിൽ താൽക്കാലിക നിയമനം. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന മൊബൈൽ ടെലി വെറ്റിനറി യൂണിറ്റിലേക്ക് താൽക്കാലികമായി വെറ്റിനറി ബിരുദധാരികളെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ അസൽ ബിരുദ സർട്ടിഫിക്കറ്റും KSVC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അവയുടെ പകർപ്പും സഹിതം നവംബർ 4 രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്കായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാവണം. പോലീസ് പരാതി അതോറിറ്റി സിറ്റിംഗ്. നവംബർ 17 കലക്ട്രേറ്റിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ജില്ലാ പോലീസ് പരാതി അതോറിറ്റി സിറ്റിംഗ് മാറ്റിവെച്ചതായി സെക്രട്ടറി അറിയിച്ചു. പരാതി പരിഹാര അദാലത്ത്. അഴീക്കോട് മണ്ഡലം നവകേരള സദസ്സിന്റെ മുന്നോടിയായി പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. നവംബർ 14 രാവിലെ 11 മണി മുതലാണ് അദാലത്ത്. പരാതികൾ നേരിട്ടോ ഇമെയിലായോ നവംബർ 10 വൈകിട്ട് 5 മണി വരെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് മൂല്യവർദ്ധിത മത്സ്യോൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിനും പരിശീലനത്തിനുമായി അപേക്ഷ ക്ഷണിച്ചു. വനിതകളായ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളി സംഘങ്ങൾ, മത്സ്യത്തൊഴിലാളി SHGകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവരിൽപ്പെട്ട 5 പേരടങ്ങിയ 4 യൂണിറ്റുകൾക്ക് ഫിഷറീസ് വകുപ്പ് പരിശീലനം നൽകും. പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 3 ലക്ഷം രൂപയാണ്. യൂണിറ്റ് പൂർത്തിയാക്കുന്ന സമയത്ത് 50% സബ്സിഡി ലഭിക്കും. അപേക്ഷ നവംബർ 13 ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, മാപ്പിള ബേ ഫിഷറീസ് കോംപ്ലക്സ്, കണ്ണൂർ 670017 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. അപേക്ഷ ക്ഷണിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിലവിലുള്ള യാനം, വല എന്നിവ മാറ്റുന്ന പദ്ധതിക്ക് ഫിഷറീസ് വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമാകണം. പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 5 ലക്ഷം രൂപയാണ്. സബ്സിഡി 2 ലക്ഷം രൂപ. അപേക്ഷകന് യാനത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ബയോമെട്രിക് കാർഡ്, ആധാർ എന്നിവ ഉണ്ടായിരിക്കണം. പ്ലൈവുഡ്, മരം, ഫൈബർ ഗ്ലാസ് എന്നിവ കൊണ്ട് നിർമ്മിച്ച പഴയ യാനങ്ങൾക്ക് പകരമായി പുതിയ മത്സ്യബന്ധന യാനങ്ങൾ മാറ്റാൻ സാധിക്കും. അപേക്ഷാ ഫോറം മത്സ്യഭവനുകളിൽ ലഭിക്കും. അപേക്ഷ നവംബർ 10 വരെ സ്വീകരിക്കും. കൊട്ടേഷൻ. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ജില്ലാതലത്തിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനും രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിനുമായി ഏജൻസികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. നവംബർ 6 വൈകിട്ട് 5 മണി വരെ കൊട്ടേഷൻ സ്വീകരിക്കും. വിലാസം: കേരളം സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, TC 43/1039, കൊച്ചാർ റോഡ്, ചെന്തിട്ട, തിരുവനന്തപുരം. ലേലം. പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക കെട്ടിട വിഭാഗം, കണ്ണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് കീഴിൽ വരുന്ന PWD കോമ്പൗണ്ടിലും പമ്പ് ഹൗസിന് സമീപവും മുറിച്ചിട്ട വിറകുതടികൾ നവംബർ 7 രാവിലെ 11 മണിക്ക് ഓഫീസിൽ ലേലം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 2ാമത്തെ പോലീസ് സ്റ്റേഷനായി കണ്ണൂർ ടൗൺ സ്റ്റേഷൻ. പുരസ്കാരത്തിന് അർഹമാക്കിയത് ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണ മികവും. ഉത്സവഛായയിൽ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിൽ നടീൽ ഉത്സവം. ഞാറ്റുപാട്ടിന്റെ ആഹ്ലാദാരവത്തിൽ കുരുന്നുകൾ ഞാറു നട്ടു. പരിപാടി വേറിട്ടൊരു അനുഭവമാക്കി മാറ്റി സ്കൂൾ അധികൃതർ. മാർക്കറ്റിലെ റോഡുകൾക്ക് ശാപമോക്ഷമാവുന്നു. ന്യൂ സ്റ്റോർ മുതൽ കോമളവിലാസം ഹോട്ടൽ വരെയുള്ള റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക്. ഇന്ന് മേയറും കൗൺസിലർമാരും സന്ദർശനം നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.